ഇന്നത്തെ വീഡിയോയിൽ അക്കാമ ചെറിയാനെ കുറിച്ച് പറയുകയാണ്. അക്കാമ ചെറിയാൻ എന്ന് പറയുമ്പോഴേ അക്കാമ ചെറിയാനാണ് രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. 1938 രാജധാനി മാർച്ച് നയിച്ചത്. അതായത് തിരുവനന്തപുരത്ത് തമ്പാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിൽ രാജധാനി മാർച്ച് നടന്നത്. അതുപോലെ തന്നെ അക്കാമ ചെറിയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ഏതാണെന്നറിയാമോ? ജീവിതം ഒരു സമരം. ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അക്കാമ ചെറിയാൻ്റെ ഒരു പ്രസിദ്ധമായൊരു ബുക്കുണ്ട്. ഏതാണെന്നറിയാമോ? അക്കാമ ചെറിയാൻ്റെ ഒരു ബുക്കാണ് 1114 കഥ. 1114 കഥ അക്കാമ ചെറിയാൻ്റെ ബുക്കാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന അക്കാമ ചെറിയാനെ ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. കേരളത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ്റെ പ്രതിമ എവിടെയാണെന്നറിയാമോ? വെള്ളയമ്പലം. അതാണ് തിരുവനന്തപുരത്താണ്. വെള്ളയമ്പലം, തിരുവനന്തപുരം. അതുപോലെ തന്നെ അക്കാമ ചെറിയാൻ്റെ സ്മാരകം എവിടെയാണ്? തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലായിട്ട് അക്കാമ ചെറിയാൻ്റെ ഒരു സ്മാരകമൊക്കെ ഉണ്ട്. അക്കാമ ചെറിയാൻ്റെ സ്മാരകം എവിടെയാണ്? തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുന്നിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു ലിങ്കിങ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ ഏതാണെന്ന് അറിയാമോ? പ്രിസണർ 5990. പ്രിസണർ 5990 ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ഏതാണ്? അപ്പം മുമ്പ് പറഞ്ഞതാണ്. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു സമരം.